Hello everyone, welcome to my channel English Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്കാരുടെ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് വെൻ സാലിഹാൻ കോൺ ദ രാജ്, റിട്ടൺ ബൈ പി സായിനാഥ്. പി സായിനാഥിൻ്റെ ഫുൾ നെയിം പലഗുമി സായിനാഥാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1957 മദ്രാസിലാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ കോളംനിസ്റ്റ് ആയിരുന്നു. അതേപോലെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് എവറിബഡി ലവ്സ് എ ഗുഡ് ഡ്രോട്ട്. ഇന്ത്യയിലെ റൂറൽ ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവേർട്ടി, സ്ട്രക്ചറൽ ഇനീക്വാലിറ്റീസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്, ഇതൊക്കെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എഴുതിയിട്ടുണ്ടായിരുന്ന തീംസ്. ബ്ലിറ്റ്സ്, ദ ഹിന്ദു, ഈ രണ്ട് ന്യൂസ് പേപ്പറിലും വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ് നമ്മുടെ സായിനാഥ്. 1998 നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെൻ. അദ്ദേഹം സായിനാഥിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വൺ ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് എക്സ്പേർട്ട് ഓൺ ഫെമൈൻ ആൻഡ് ഹങ്കർ എന്നായിരുന്നു. അതായത് ക്ഷാമത്തെ പറ്റിയും വിശപ്പിനെ പറ്റിയും പഠിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിദഗ്ധൻ ഇദ്ദേഹമാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ അമർത്യ സെൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സായിനാഥ് 2014 പരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ്. ഈ പരി എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് പീപ്പിൾസ് ആർച്ചീവ് ഓഫ് റൂറൽ ഇന്ത്യ. ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് റൂറൽ ഇന്ത്യയിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റീസിനെ കുറിച്ചിട്ടും അതുപോലെ റൂറൽ അഫെയേഴ്സ്, പോവേർട്ടി, ആഫ്റ്റർ മാത്ത് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹത്തിന് കുറേ ഗവൺമെൻറ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ പോലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരിക്കലും ജേർണലിസം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്ന അവരെഴുതുന്നതിന് റിവാർഡ് വാങ്ങരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും അവാർഡ്സ് അദ്ദേഹം നിരസിച്ചിട്ടുണ്ടായിരുന്നു. വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ്, ഇത് ഒരു ആർട്ടിക്കിളാണ്. പറി എന്നുള്ള വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ സായിനാഥ് പറയുന്നത് ദമാത്തി ദെയ് സബർ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് സാലിഹാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ദമാത്തി ദായ് സബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി സബർ ട്രൈബിലെ ഒരു ആദിവാസി വുമണിനെ കുറിച്ചിട്ടാണ്. അവർ 1930 ബ്രിട്ടീഷ് പോലീസിനെതിരെ പോരാടിയ ഒരാളായിരുന്നു. പക്ഷേ അവർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ആയത് കാരണം അവരെ കുറിച്ചിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, അവരറിയപ്പെടുന്ന ഒരാളല്ല ഇന്നത്തെ കാലത്ത്. ഇതിൽ സാലിഹാൻ ഒരു ഫോർഗട്ടൺ ഫിഗർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരെങ്ങനെയാണ് ഇദ്ദേഹം പോയി മീറ്റ് ചെയ്യുമ്പോൾ അവരെങ്ങനെയായിരുന്നു, അതുപോലെ അതായത് അത്രയും പോവേർട്ടിയായ സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അതുപോലെ എത്രത്തോളം മീഡിയാസ് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഇന്നത്തെ സൊസൈറ്റിക്ക് എത്രത്തോളം അവരെക്കുറിച്ചൊന്നും അറിയുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അതുപോലെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു പോയത്തിലാണ് കേട്ടോ. ആ പോയത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. മീഡിയയും അതുപോലെ തന്നെ സൊസൈറ്റിയും ഇത്രയും വലിയ ഒരു ഫൈറ്റർക്ക് അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ട് ഒന്നും തന്നെ പറയുന്നില്ല, അവർ ഫോർഗട്ടൺ ആയിരിക്കുകയാണ് ഇപ്പോഴും എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഇവിടെ സാലിഹാൻ അവരുടെ വില്ലേജിനെ, സാലിഹ എന്ന വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇവിടെ രാജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിനെയാണ്. ആ രാജിൻ്റെ കയ്യിൽ നിന്നും അവരുടെ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ആദിവാസി വുമണാണ് ദമാത്തി ദെയ് സബാർ. അവരെയാണ് സാലിഹാൻ എന്ന് പിന്നെ വിളിക്കപ്പെടുന്നത്. സാലിഹ എന്നുള്ള അവരുടെ ഗ്രാമത്തിനെ രക്ഷിച്ച ആൾ, അതുകൊണ്ടാണ് സാലിഹാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഫുള്ളി പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലിഹാൻ, ദമാത്തി സാബറും ബാക്കി കുറച്ച് സ്ത്രീകളും ഫാർമേഴ്സാണ്. അവർ അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്ന് പറയുന്നുണ്ട് സാലിഹാനോട്, സാലിഹാൻ്റെ ഫാദറിനെ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ വീടുകളെല്ലാം കത്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഗ്രെയിൻസ് ഒക്കെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന ഒരു പെൺകുട്ടി വന്ന് പറയാണ്. ഇത് ലൂട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്യുന്നത് ബ്രിട്ടീഷേഴ്സാണ്. അത് സാലിഹാനോട് വന്ന് പറയുകയാണ്. ആ സമയത്ത് സാലിഹാൻ വേഗം ഒപ്പമുള്ള സ്ത്രീകളെയും കൂട്ടിയിട്ട് പോവാണ്.
അങ്ങനെ ആ ഗ്രൂപ്പ് സാലിഹാനും അവളുടെ ഒപ്പമുള്ള 40ഓളം സ്ത്രീകളും ഗ്രാമത്തിലെത്തി നോക്കിയപ്പോൾ സാലിഹാൻ്റെ ഫാദർ ബ്രിട്ടീഷേഴ്സ് ഫയർ ചെയ്തിട്ട് ആ ബുള്ളറ്റ് കൊണ്ട കാലുകൊണ്ട് ബ്ലീഡ് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു. അവൾ എന്ത് ചെയ്തു? അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാത്തി ഉണ്ടായിരുന്നു. ഈ ലാത്തി ഇവർ യൂസ് ചെയ്തിരുന്നത് കൃഷി സ്ഥലത്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്ന ലാത്തികളായിരുന്നു. ആ ലാത്തി കൊണ്ട് അവൾ എന്ത് ചെയ്തു? പോയിട്ട് ബ്രിട്ടീഷ് അതായത് ബ്രിട്ടീഷേഴ്സിനെ പോയി അറ്റാക്ക് ചെയ്യണം. ഇത് കണ്ടപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന 40 സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്? അവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തി ഉപയോഗിച്ചിട്ട് ഈ ബ്രിട്ടീഷേഴ്സിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് പല ബ്രിട്ടീഷേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം ജീവനെ ഭയന്നിട്ട് ഒളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബ്രിട്ടീഷേഴ്സ് എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ഈ സ്ത്രീകളിൽ നിന്ന്. അങ്ങനെ നമ്മുടെ സാലിബാൻ അവരുടെ അച്ഛനായിട്ടുള്ള കാർത്തിക് സബർ, കാലിൽ ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന ഷോർട്ടായിട്ടുള്ള ആളാണ് കാർത്തിക് സബർ, സാലിഹാൻ്റെ അച്ഛനാണ്. അവരെ അവിടുന്ന് സ്പോട്ടിൽ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ബ്രിട്ടീഷേഴ്സ് കാർത്തിക്കിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ സാലിഹാൻ്റെ അച്ഛനെ എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സാലിഹാൻ അതിനുശേഷമാണ്, ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് സാലിഹാൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം സാലിഹ എന്ന ഗ്രാമത്തിനെ രക്ഷിച്ച സ്ത്രീ, അതാണ് സാലിഹാൻ. അതുവരെ അവരുടെ പേരെന്തായിരുന്നു? ദമാത്തി ഡെയ് സബർ എന്നായിരുന്നു. അതിനുശേഷമാണ് സാലിഹാൻ എന്ന പേര് വീഴാൻ കാരണം. അതുപോലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു സ്ത്രീയായിരുന്നു. കാരണം ആംഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസറിനെ ലാത്തി കൊണ്ട് എതിരിട്ട സ്ത്രീ എന്നുള്ള പേരിലും അതുവരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും സാലിഹാൻ എന്താണ്, അതൊരു എക്സ്ട്രാ ഓർഡിനറി തിങ് ആയിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെൻ്റെ വീട് നശിപ്പിച്ചു, എൻ്റെ ക്രോപ്സ് നശിപ്പിച്ചു, അതുപോലെ എൻ്റെ അച്ഛനെ അറ്റാക്ക് ചെയ്തു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് അവരായിട്ട് ഫൈറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വലിയ കാര്യമായിട്ട് അവൾ അപ്പോഴും അതിനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്നത് 1930-ലാണ്. അന്ന് അവൾക്ക് വെറും എത്രയാണ്? 16 വയസ്സിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഓതർ സാലിഹാനെ കാണുകയാണ്. ഇപ്പോൾ അവൾക്ക് 90 വയസ്സായിട്ടുണ്ട്. അതേപോലെ അവളുടെ കാഴ്ച മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പക്ഷെ എന്നാലും അവളുടെ ആ ശക്തിയും ഭംഗിയും എല്ലാം അവളുടെ ആ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എന്താ പറയുക, ഒരു യങ് ആയ സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും, ടോളായ സ്ട്രോങ് ആയ ഇപ്പം കണ്ടാലും തോന്നും എന്ന് അദ്ദേഹം പറയണം. അതേപോലെ അവളുടെ കയ്യിന് ഇപ്പോഴും എന്താണ്, ലാത്തി പിടിക്കാൻ അല്ലെങ്കിൽ ലാത്തി യൂസ് ചെയ്യാനുള്ള അത്രയും ഒരു സ്ട്രോങ് അവളുടെ കയ്യിൽ നമുക്ക് കാണാൻ പറ്റും. ആ കൈ കാണുമ്പോഴേ അറിയാം എത്രത്തോളം വന്ന ആ ബ്രിട്ടീഷുകാരൻ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന്. അത്രത്തോളം ശക്തിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള നീണ്ടിട്ടുള്ള കൈയാണ് ഇപ്പോഴും അവർക്കുള്ളത്, സാലിഹാനുള്ളത് എന്ന് നമ്മുടെ റൈറ്റർ ഇപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചയിൽ പറയണം. സാലിഹാൻ്റെ ആ ഒരു കറേജിന് ഒരു റിവാർഡും ഇതുവരെ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇന്നും എന്താണ്, ആരും ഓർമ്മിക്കുന്ന പോലുമില്ല. എപ്പോഴും ഫോർഗോട്ടൺ ആയി നിൽക്കുന്ന ഒരാളാണ് അവരുടെ വില്ലേജിൽ പോലും. അവർ ഇപ്പോൾ ഒരു പോവേർട്ടിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ അവർക്കൊരു കൂടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റാണ്. അവരുടെ ഹീറോയിസിനെ കാണിച്ചിട്ട് അന്ന് ഗവൺമെൻറ് കൊടുത്തൊരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ അവരുടെ ഒപ്പം ഉള്ളത്. അല്ലാണ്ട് പെൻഷൻ ഇല്ല. അല്ലാണ്ട് അതുപോലെ തന്നെ ഒഡീഷയിലെ ഒരു സഹായവും അവൾക്ക് ഇന്നില്ല. അവളുടെ ആ പാസ്റ്റിലെ അത്രയും വലിയൊരു ഹീറോയിസം ഇന്നത്തെ കാലത്ത് എല്ലാവരും മറന്നിരിക്കുകയാണ്. പ്രായം കൂടിയത് കാരണം അവൾക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അവളുടെ അച്ഛന് ബുള്ളറ്റ് കൊണ്ട് ആ മുറിവായിട്ട് അവിടെ നിലത്ത് കടന്നിരുന്ന ആ ഒരു കാഴ്ച മാത്രം അവൾക്ക് നല്ല ഓർമ്മയാണ് ഇപ്പോഴും. അത് പറയുമ്പോൾ മാത്രം അവളുടെ കണ്ണ് എന്താണ്, നന്നായിട്ട് അവളുടെ കണ്ണിൽ നമുക്ക് ആ ദേഷ്യം, ആങ്കർ കാണാൻ പറ്റുന്നു. അത്രത്തോളം മനസ്സിൽ നിൽക്കുന്ന ഒരു മെമ്മറി ആയിരുന്നു സാലിഹാന് അവരുടെ അച്ഛൻ്റെ ആ ഇൻസിഡൻറ്റ്. അതുപോലെ അവർ പറയുന്നുണ്ട് അവരുടെ എൽഡർ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ബ്രിട്ടീഷേഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം. അതുപോലെ അവരുടെ ഫാദറിനെയും ജയിലിലാക്കിയിട്ടുണ്ട്. റായ്പൂർ ജയിലിൽ അദ്ദേഹം 2 കൊല്ലത്തോളം താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം എന്താണ്, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വാങ്ങിയ സ്ഥലമാണ്. പക്ഷേ ഇന്ന് അത് ഫ്യൂഡൽസിൻ്റെ കയ്യിലാണ്, ജന്മിമാരുടെ കയ്യിലാണ്.
അതുപോലെ പാവപ്പെട്ടവർക്ക് ഇപ്പോഴും ഫ്രീഡം കിട്ടുന്നില്ല. ഏറ്റവും കൂടുതലും പാവപ്പെട്ട മനുഷ്യന്മാരാണ് ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത്. റിച്ചായ പീപ്പിൾസ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് സാലിഹാൻ ഇവരോട് സംസാരിച്ചത്. അങ്ങനെ സാലിഹാനെ കണ്ടിട്ട് നമ്മൾ സൈനാദ് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സാലിഹാനെ പഴയ കാര്യങ്ങൾ ആലോചിക്കാനുള്ള അല്ലെങ്കിൽ ആ ഓർമ്മക്കുറവ് കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എപ്പോഴും സാലിഹാൻ ചിരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇവർ ഈ ഒരു മീറ്റ് ചെയ്തിട്ട് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സാലിഹാൻ മരിക്കുന്നുണ്ട്. ഇവർ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് 2002 അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം സാലിഹാൻ മരിച്ചു എന്ന വാർത്ത കേട്ടു എന്ന് സൈനാദ് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എൻഡിങ്ങിൽ ഒരു ചെറിയ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ഈ പോയത്തിലും റൈറ്റർ സാലിഹാനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ ഹെഡിങ് ഫോർ ദമാത്തി സബർ സാലിഹാൻ എന്നാണ്. ഇത് നമുക്ക് ഈ പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് ചെറുതായി സമ്മറൈസ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഈ പോയിന്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പോയറ്റ് സാലിഹാനോട് പറയുകയാണ്, സാലിഹാൻ, നിന്റെ കഥ എവിടെയും അറിയപ്പെടില്ല, അല്ലതുപോലെ തന്നെ നിന്റെ സ്റ്റോറി എവിടെയും പറയപ്പെടില്ല. അതേപോലെ തന്നെ നീ ഒരിക്കലും പേജ് നമ്പർ 3 വരാനും പോകുന്നില്ല. പേജ് നമ്പർ 3 എന്ന് പറയുന്നത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേജാണ്. കാരണം അതിലാണ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേജ് നമ്പർ 3 അപ്പർ ക്ലാസ് പീപ്പിൾസിൻ്റെയും അല്ലെങ്കിൽ ഹൈ സൊസൈറ്റിയിലുള്ള പീപ്പിൾസിൻ്റെ, പാർട്ടിക്കാരുടെ, അതേപോലെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയ ആൾക്കാരുടെ ന്യൂസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരിക്കലും എന്തുണ്ട്, സാലിഹാൻ്റെ ഒരു ന്യൂസോ സ്റ്റോറിയോ പിക്ചറോ വരാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈം ടൈമിൽ പേജ് നമ്പർ 3 വരാതിരിക്കുന്നത് പോലെ തന്നെ പ്രൈം ടൈമിലും സാലിഹാനെ കുറിച്ചിട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം ഒരു ടെലിവിഷനിൽ പ്രൈം ടൈം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുന്നിലേക്ക് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയാസ് ഒരിക്കലും സാലിഹാനെ പോലെയുള്ള ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്കിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ലീഡറിനെ കുറിച്ച് ഒരിക്കലും പറയാൻ താല്പര്യപ്പെടില്ല. അവർക്ക് സംസാരിക്കാൻ എന്തുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, ഹീറോസ് ഉണ്ട്, ഹീറോയിൻസ് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അതുപോലെ റിച്ചായ ആൾക്കാരെ കുറിച്ച് എഴുതാനാണ് മീഡിയാസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഒരിക്കലും ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, സാലിഹാനൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞിരിക്കുന്നു, അവരെ കുറിച്ച് ആരും എഴുതാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഇമ്പോർട്ടൻസ് കമ്മിയാണ് മീഡിയയിൽ എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് നമ്മുടെ സൈനാദ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാലിഹാൻ്റെ ആ കഥ പറയണം. അദ്ദേഹം ബ്രിട്ടീഷ് പോലീസ് വന്ന് നമ്മുടെ സാലിഹ എന്നുള്ള വില്ലേജ് ബേൺ ചെയ്തപ്പോൾ സാലിഹാനും ബാക്കി 40 സ്ത്രീകളും കൂടിയാണ് അവിടുത്തെ ബ്രിട്ടീഷേഴ്സിനെ ഓടിച്ച് വുണ്ടഡ് ആയിട്ടുള്ള അച്ഛനെ രക്ഷിച്ചതും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മേഴ്സിയും കൂടാണ്ട് ആ ബ്രിട്ടീഷുകാരനെ അവിടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സാലിഹാന് വെറും 16 വയസ്സായിരുന്നു പ്രായം. അന്ന് അവൾ ഭയങ്കര സ്ട്രോങ്ങും ബ്യൂട്ടിഫുള്ളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അവൾ അങ്ങനെയല്ല, വളരെ ഓൾഡാണ്, വീക്കാണ്, അതുപോലെ ഗ്രേ ആണ്, ഓൾഡായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് അവളുടെ കണ്ണിലുള്ള ആ സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അന്ന് ആ ബ്രിട്ടീഷേഴ്സിനെ തുരത്തിയെന്ന് വെച്ചാലും ഇന്ന് ആ ബ്രിട്ടീഷേഴ്സിൻ്റെ ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള ഫ്യൂഡൽസാണ് ഇന്ന് ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താണ്, അവരൊരിക്കലും പുവറായ ആൾക്കാരെ നോക്കുന്നില്ല, ഫുള്ളി റിച്ച് ആയ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അതുപോലെ സാലിഹാൻ ഒരിക്കലും അവൾക്ക് വേണ്ടി അലോൺ ആയിട്ടല്ല ഫൈറ്റ് ചെയ്തത്, ആ ഒരു നാടിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളായിരുന്നു. പക്ഷെ എല്ലാവരും അവളെ മറന്നുപോയി. അവൾക്ക് ഒരിക്കലും ആരും ഒരു ഫെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവളെന്താണ്, ഒരു റാമ്പിൽ നടക്കുകയോ ക്രൗൺ ജയിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് അത്ര ഫേമസ് അല്ല. അവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂടുതൽ അറിയപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാത്തതിന് സാലിഹാൻ എന്ത് ചെയ്യുന്നില്ല, അവൾക്ക് ഫെയിം കിട്ടിയിട്ടില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയണത്. ആരും സാലിഹാനെ കുറിച്ച് എഴുതാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റൈറ്റർ പറയാണ് ഇപ്പോൾ സാലിഹാനോട് സംസാരിക്കാൻ പറയാണ്. അതിലൂടെ ഇപ്പോൾ പറയുന്നതിലൂടെ അല്ലെങ്കിൽ എന്നോട് പറയുന്നതിലൂടെ പല ആൾക്കാരും സാലിഹാനെ കുറിച്ച് അറിയട്ടെ, അവരാരായിരുന്നു എന്ന് തിരിച്ചറിയട്ടെ എന്ന് പറയാണ്. അതേപോലെ എപ്പോഴും എന്താണ്, മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് വെൽത്തായിട്ടുള്ള അല്ലെങ്കിൽ ഫാഷനായിട്ടുള്ള സ്പോർട്സ്, ഫിലിം ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഫ്രീഡം വാങ്ങിത്തന്ന ആൾക്കാരെ കുറിച്ച് സ്മരിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് റിപ്പോർട്ട് എഴുതാനോ അവരെ ഫെയിം ആക്കാനോ ആരും താല്പര്യപ്പെടുന്നില്ല. ഇതിലൂടെ ആ മീഡിയാസിൻ്റെ, ഇന്നത്തെ മീഡിയാസിൻ്റെയും ആ സൊസൈറ്റിയുടെയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫേസും കൂടിയാണ് ഇതിൽ കൂടെ സൈനാദ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എൻഡ് ചെയ്യുന്നത്.
ആർട്ടിക്കിളിൽ പറയുന്നത് സായിനാഥിനെ കുറിച്ചിട്ടാണ്. അവരുടെ പണ്ടത്തെ ഒരു ഇൻസിഡൻറ്റ്. അദ്ദേഹം ഇപ്പോൾ സായിനാഥിനെ കാണുമ്പോൾ 19 years old ആണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നാണ് പിന്നെ റൈറ്റർ സംസാരിക്കുന്നത്. പിന്നെ ഇതിൽ എൻഡ് ചെയ്യുന്നത് ഒരു പോയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ അൺനൗൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർഗട്ടൺ ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ അല്ലെങ്കിൽ ഒരു ആദിവാസി ഫ്രീഡം ഫൈറ്ററിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇതിൽ സായിനാഥ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.